വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് വ്യക്തികൾ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കുക? അതായത് നിങ്ങളുടെ കാർമിക് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ പുറത്ത് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാർമിക് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മയുടെ ഒരു റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഈ ലൈഫിൽ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ള സിറ്റുവേഷൻസിനെയാണ് കാർമിക് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. പല വ്യക്തികൾക്കും ഈ കാർമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരിഷ്ടമില്ലാത്ത റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ, നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിനെ ഡീല് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ, ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യേണ്ടതായിട്ടുള്ള, നിർബന്ധമായി ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം അതിനായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ടോക്സിസിറ്റി എവിടെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് എന്നറിയാത്തൊരു മിസ്സിങ് ഉണ്ടാവുന്നു, നിങ്ങൾക്കെല്ലാം കറക്റ്റ് അല്ല എന്നൊരു തോന്നൽ ഉണ്ടാവുന്നു. എന്നാൽ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്, പിക്ചർ പെർഫെക്റ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സോൾ പർപ്പസിൽ നിന്നും ഡിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജീവിത ശൈലിയിലാണ് ഇപ്പോൾ ഉള്ളത്, കറന്റ്ലി ഉള്ളത്, ഇത്രയും നാളും സഞ്ചരിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സൈലന്റ് ആയിട്ടുള്ള ടോക്സിക് സിറ്റുവേഷൻസിലായിരിക്കാം നിങ്ങൾ. ലൗഡ് ആയിട്ടുള്ള ടോക്സിക് സിറ്റുവേഷൻസ് കുറച്ചുകൂടെ ഈസിയാണ് മനസ്സിലാക്കി എടുക്കാനായിട്ട്. അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, അബ്യൂസീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ, പാരൻസ് ഒക്കെ ഉണ്ട് എങ്കിലും നിങ്ങൾക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ വളരെ സ്നേഹപൂർണമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ കൂടി നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കാത്തതായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ സൈലന്റ് ടോക്സിസിറ്റി എന്ന് പറയും. നിങ്ങൾക്ക് എപ്പോഴും ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്, ഞാൻ ഇവിടെ അല്ല ബിലോങ് ചെയ്യേണ്ടത്, എൻ്റെ ഒരു സ്ഥലം ഇവിടെ അല്ല, ഞാൻ ഇവിടെ അല്ല ഇരിക്കേണ്ടിയിരുന്നത്, ഇപ്പോഴും ഇവിടെ അല്ല ഉണ്ടാവേണ്ടത്. ഇങ്ങനെയുള്ള തോന്നലുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു സൈനാണ് നിങ്ങൾ ടോക്സിക് സിറ്റുവേഷനിലാണ്, നിങ്ങളുടെ കർമ്മ നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. എന്നാൽ ഈ ഒരു കർമ്മയുടെ ക്ലിയറൻസ് അവിടെ പൂർത്തിയാകുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ്, എനിക്ക് ഇവിടെ അല്ല, ഇതെനിക്ക് പറ്റിയ സിറ്റുവേഷൻ അല്ല, സാഹചര്യമല്ല, എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കണം. ആ ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ മുകളിൽ ഏൽപ്പിച്ചിരുന്ന ആ കാർമിക് ഡെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആ കടം അവിടെ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, വീട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ട്, ഫ്രീ ചോയ്സ് ആണ്. ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുകയാണ്. അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. ഭയപ്പെട്ടിരിക്കുകയോ ഇത് എന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ച് തളർന്നിരിക്കുകയോ അല്ല വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു കോളിംഗ് ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിൽ തരുന്നത്. നിങ്ങളുടെ സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സ് ആണ്, നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ആണ്. അത് മറ്റൊരു വ്യക്തിയോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും, അത് വെറും തോന്നലാണ്, അതങ്ങനെയല്ല, എല്ലാവരും ഇങ്ങനെയല്ല എന്നുള്ളത്. എല്ലാവരും ഒരേപോലെ ജീവിക്കാനാണ് എങ്കിൽ ഇതിനാണ് മനുഷ്യരെ വ്യത്യസ്തരായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിവൈൻ. ഓരോ വ്യക്തികളുടെയും പാത്ത് ഡിഫറെന്റ് ആണ്. അത് നിങ്ങളുടെ ചുറ്റുമുള്ളവരെക്കാട്ടിലും ഡിഫറെന്റ് ആകുന്ന സമയത്ത് നിങ്ങൾ ബ്ലാക്ക് ഷീപ്പ് ആവുകയാണ്. ചില സമയത്തെങ്കിലും നമ്മൾ ബ്ലാക്ക് ഷീപ്പ് ആയാൽ മാത്രമാണ് നമ്മളുടെ സോൾ പർപ്പസിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
നിങ്ങളുടെ ടോക്സിക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ്, നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, നിങ്ങൾ കണ്ടു വളർന്നിട്ടുള്ള, കേട്ട് വളർന്നിട്ടുള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ഒരു കോളിങ്ങിനും ഒരുപാട് താഴെയായിരിക്കും. സോ ഈ ഒരു സ്റ്റാൻഡേർഡിനെ ബ്രേക്ക് ചെയ്ത് അത് മറികടക്കാനായിട്ട് നിങ്ങൾ വില്ലിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോക്സിസിറ്റി സഹിച്ച് നിങ്ങൾ ജീവിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഈ ഒരു ലൈഫിന്റെ മീനിങ് നഷ്ടപ്പെടുന്ന ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നമുക്ക് മാറ്റം ഇല്ലാത്തത് ശരിക്കും മാറ്റം മാത്രമാണ്, അല്ലെ? അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മാറ്റത്തിനെ അപ്പോൾ നിങ്ങൾ ഭയക്കുന്നത്? മാറ്റം എന്ന് പറയുന്നത് തുടക്കത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ എപ്പോഴും സ്വീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒന്നും നമുക്ക് എവർലാസ്റ്റിംഗ് അല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനാണെങ്കിലും, നിങ്ങളുടെ പെർമനന്റ് ഒരു ജോബ് ആണെന്ന് വിചാരിച്ചാലും അതിനും അത് നിങ്ങളുടെ മനസ്സാണ് ഡിസൈഡ് ചെയ്യുന്നത് ആ എക്സ്പയറി ഡേറ്റ്. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ജോലി എനിക്കിനി ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, അത് എത്ര വാല്യുബിൾ ആയിട്ടുള്ള ജോലിയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു പോയിന്റിൽ നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങളുടെ കർമ്മം ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട നിങ്ങളുടെ കർമ്മ അവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കർമ്മ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത തലത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ സോള് നിങ്ങളോട് ആവശ്യപ്പെടുന്നതാണ്, ഡിമാൻഡ് ചെയ്യുന്നതാണ് ആ ചേഞ്ച്. ആ ചേഞ്ച് മനസ്സിലാക്കാതെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടൊരു ജോലി ഉണ്ട്, ഞാൻ ഇവിടെ തന്നെ ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ പെൻഡിങ് ആയി. ഈ ലൈഫിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ട കർമ്മ നിങ്ങൾ അടുത്ത ഒരു ലൈഫിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ റീഇൻകാർണേറ്റ് ചെയ്യാണ്, പുനർജന്മം എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരെയാണ്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പും. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങളൊരു മാരീഡ് റിലേഷൻഷിപ്പിലായിരിക്കും. മാരേജ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ് എന്ന് നിങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സമൂഹവും സൊസൈറ്റിയും, നിങ്ങളുടെ സമൂഹവും പാരൻസും ഒക്കെ തന്നെ. എന്നാൽ ഈ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എന്നാണ് അവസാനിക്കുന്നത്. എന്നാണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ലൈഫ് സഫക്കേറ്റിംഗ് ആയിട്ട് തോന്നുന്നത്, ടോക്സിക് ആയിട്ട് തോന്നുന്നത്. അത് രണ്ടുപേർക്കും മ്യൂച്വലി തോന്നണം എന്നില്ല. ആദ്യം ഒരു വ്യക്തിക്കായിരിക്കും തോന്നുക, അത് നിങ്ങളായിരിക്കാം. അതിന്റെ അർത്ഥം നിങ്ങൾ തെറ്റാണ് എന്നല്ല. ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ കർമ്മ അവിടെ ക്ലിയർ ആയി. നിങ്ങളുടെ സോളിന് ലീഗൽ സിസ്റ്റംസിനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. കാരണം ലീഗൽ സിസ്റ്റംസ് ഒക്കെ ഇവിടെ മനുഷ്യൻ ഈ ഒരു ഭൂമിയിൽ ജീവിതത്തിൽ അവരുടെ ജീവിതം സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. അതിന് സോളുമായിട്ടും ഡിവൈനുമായിട്ടും ഒരു കണക്ഷനും ഇല്ല, ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുമായിട്ടുള്ള ഒരു കർമ്മ അവസാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ സോള് അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കും. നിങ്ങൾക്ക് അടുത്ത കർമ്മങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിന്റെ നെക്സ്റ്റ് സ്റ്റേജസിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ വീണ്ടും ആ ടോക്സിക് സിറ്റുവേഷൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയതുകൊണ്ടാണോ, നിങ്ങൾ ശീലിച്ചത് കൊണ്ടാണോ, ശീലങ്ങൾ തുടരുന്നതാണോ, എന്തുകൊണ്ടാണെങ്കിലും ഭയം കൊണ്ട്, സമൂഹത്തെ ഭയന്നുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാലത്തും മനസമാധാനം അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ജെന്റിൽനെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അതുപോലെ നിങ്ങൾ ഇത് ഏത് സമയത്ത് കാണുന്നു ആ സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ മറികടക്കാനായിട്ട് ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. യെസ്, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ ടോക്സിക് സിറ്റുവേഷൻ, നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ്, നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. Queen of Inspiration, Five of Inspiration,
ഹെയർഫന്റ് വന്നിട്ടുണ്ട്, ദ ചാരിയറ്റ്, Empress, Five of Materials, Three of Voices, and bottom energy നിങ്ങൾക്ക് Hanged Muse വന്നിട്ടുണ്ട്. Queen of Inspiration and നമുക്ക് ഈ ഒരു ചാരിയറ്റ് കാർഡ് നമുക്ക് ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കും. യെസ്, ഇതില് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ ഉള്ള വ്യക്തികളാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെക്കാട്ടിലും വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഒരു ബ്ലാക്ക് ഷീപ്പ് ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാവരും വൈറ്റ് ഷീപ്പാണ്. അതായത് ഒന്നൊന്നിനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം, ഒരു കൂട്ടമായിട്ട് ഒരേപോലെ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോകുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഒന്നിച്ച് അങ്ങനെ ജീവിക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഷീപ്പ് അങ്ങനെയല്ല, അതിൻ്റെതായ വഴി അത് കണ്ടെത്തി പോകുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു തെറ്റാണ് എന്നുള്ളൊരു ടാഗ് ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ചെയ്യാൻ യോഗമുള്ളവരാണ്. അതായത് നിങ്ങൾ ഡിവൈനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് തന്നെ ഒരുപാട് സോൾ പർപ്പസുകൾ അവരുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അവര് ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ നിയോഗങ്ങൾ, അവരുടെ സോൾ പർപ്പസുകൾ അവർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുക? എപ്പോഴും ആ ഒരു മൂവ്മെന്റ് ആണ് വേണ്ടത്. ഈ ഒരു ചാരിയറ്റ് മൂവ്മെന്റ് ആണ്, രഥമാണ്. രഥം എങ്ങനെയാണ് ഇപ്പൊ സ്റ്റക്കാണ്. ഇവിടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് എനർജി വളരെ സ്റ്റക്കാണ്. അതായത് തലകുത്തി കീഴായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അവിടെ നിന്നും നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വ്യത്യസ്തമാണ് അല്ലെ. ഹാങ്ഡ് മ്യൂസ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തി നേരെ നോക്കുന്നതിൽ നിന്നും തലതിരിച്ചിട്ട് തല കീഴായിട്ടായിരിക്കും ഈ ഒരു ഹാങ്ഡ് മ്യൂസ് നോക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു ഹാങ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതിൽ നിന്നൊരു മൂവ്മെന്റ് ആണ് വേണ്ടത്. അതിന് നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴിയുണ്ട്. നിങ്ങളൊരു ക്രോസ് റോഡിലാണെങ്കിൽ ഇതിൽ ഏത് വഴിയാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ആ വഴി ഇപ്പൊ ചൂസ് ചെയ്യേണ്ട സമയം എത്തിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്താൻ ഉള്ള സമയമായി. നിങ്ങളെ മറ്റു വ്യക്തികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ശരി നിങ്ങളുടെയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം വളരെ സെൽഫിഷ് ആയിട്ട് നിന്നുകൊണ്ടാണ് നിങ്ങളോട് അത് ചെയ്യണം ഇത് ചെയ്യരുത് എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ അവര് എന്തുകൊണ്ടാണ് കാണാത്തത്? നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് സെറ്റ് യു ഫ്രീ എന്നുള്ളതാണ്. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹപ്രകടനം എന്ന് പറയാം. അതല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാതെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്കൊരു ലക്ഷ്മണരേഖ വരച്ച് നിങ്ങളെ അതിൻ്റെ അത് ഉള്ളിൽ നിർത്തി ശ്വാസം മുട്ടിച്ച് സഫിക്കേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നന്മ നിങ്ങളെക്കാട്ടിലും എങ്ങനെയാണ് അവർക്കറിയാം? അവര് വിചാരിക്കുന്ന ഒരു നന്മ അത് നിങ്ങളുടെ സോളിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതല്ല. നിങ്ങളുടെ സോളിന് ഫിനിഷ് ചെയ്യേണ്ട കർമ്മയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ മാത്രം അറിയുന്ന ചില ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മറികടക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. എല്ലാ ബന്ധനങ്ങളെയും എതിർത്ത് നിന്ന് നിങ്ങളുടെ കോളിങ്ങിലേക്ക് നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അതിന് നിങ്ങൾക്ക് ഇവിടെ സോളാർ പ്ലെക്സസ് ചക്ര ആക്ടിവേറ്റ് ആക്കേണ്ട ഒരു മെസ്സേജ് ആണ്. അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിക്കണം. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കോൺഫിഡൻസ് വേണം, അവനവനിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. 5 of Inspiration. ഇതില്
നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള വ്യത്യസ്തതകളെയാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു കാർഡ് നിങ്ങളോട് ഈ സമയം ഡിമാൻഡ് ചെയ്യുന്നത്, ഇവിടെ ഒരു മിറർ വെച്ചിട്ടാണ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നിങ്ങളുടെ ഉള്ളിൽ ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സമയം എന്നുള്ളതാണ്. അതായത് ഇത് കാണുന്ന വ്യക്തികൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത്. നമ്മൾ ഈ ഒരു മിറർ കാണുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഛായാമുഖി എന്ന് പറയുന്ന ഒരു കണ്ണാടിയെ കുറിച്ച് മഹാഭാരതത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം അത് അത്രയും ഏറെ എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മിറർ നോക്കുന്ന സമയത്ത് നമ്മളുടെ മുഖമാണ് നമ്മൾ കാണുന്നത്, നമ്മളുടെ പുറത്തുള്ള ഔട്ടർ ഇമേജ് ആണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഛായാമുഖി എന്ന് പറയുന്ന ഈ മിററിൽ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത നമ്മളുടെ ഉള്ളാണ് നമ്മൾ കാണുന്നത് ഈ ഛായാമുഖിയിൽ. അങ്ങനെയുള്ള ഛായാമുഖികൾ ഇന്ന് ഒരുപാട് നിർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതെങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം എന്നുള്ളതിന് ഈ ഒരു കഥ നിങ്ങളെ സഹായിക്കും. ഇതൊരു കഥാരൂപത്തിൽ ഒരുപാട് മെസ്സേജാണ് നമ്മളിലേക്ക് നൽകിയിട്ടുള്ളത്. മഹാഭാരതത്തില് പഞ്ചപാണ്ഡവരില് രണ്ടാമനായിട്ടുള്ള, എപ്പോഴും രണ്ടാം മൂഴം കാത്തിരിക്കുന്ന ഭീമസേനൻ ഛായാമുഖിയില് അദ്ദേഹത്തിന്റെ മുഖം നോക്കുന്ന സമയത്ത് എപ്പോഴും കാണുന്നത് ദ്രൗപദിയുടെ മുഖമാണ്. അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ദ്രൗപദിയോടുള്ള അഗാധമായ സ്നേഹം, അഫെക്ഷൻ, കരുതല്, ഇതൊക്കെയാണ്. എന്നാൽ ഈ ഒരു കണ്ണാടി ദ്രൗപദിയുടെ അടുത്ത് ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും അർജുനന്റെ മുഖമാണ് ഉണ്ടാവുക. എത്രത്തോളം തന്നെ സ്നേഹിക്കുന്ന ദ്രൗപദിയുടെ കയ്യിൽ ഈ ഒരു കണ്ണാടി കൊടുത്തിട്ട് നോക്കാൻ പറയുമ്പോൾ വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. ദ്രൗപദിയുടെ മനസ്സിൽ ഏത് സമയവും നിറഞ്ഞു നിൽക്കുന്ന അർജുനനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ പുറത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് അതൊരു മൂടുപടമാണ് എന്നുള്ളതിന്റെ വലിയ ഒരു തെളിവാണ് ഈ ഒരു കണ്ണാടി നമുക്ക് തരുന്നത്. നമ്മളുടെ ഉള്ളിൽ ചില സമയത്ത് നമ്മൾ പോലും കാണാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കണ്ണാടികളാണ് നമുക്ക് ആവശ്യം. നമ്മൾ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ സ്നേഹിച്ചുകൊണ്ടാണോ ഈ സാഹചര്യത്തിൽ ഉണ്ടാവുന്നത്? അത് ഒരു വ്യക്തി എന്നതിനുപരിയായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഏത് സാഹചര്യവും, അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അവന് സമയം സ്പെൻഡ് ചെയ്യുന്നത് അവന്റെ റിലേഷൻഷിപ്പുകളിലും ഫാമിലിയിലും അതുപോലെ തന്നെ അവന്റെ ജോലിയിലുമായിരിക്കും. നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പററി ആണ്, അതല്ലെങ്കിൽ നമുക്ക് മാറാനുള്ള ഓപ്ഷൻസ് എപ്പോഴും ഉണ്ട്, നമുക്ക് അതിനെ ഒരു പ്രോബ്ലം ആയിട്ട് കരുതുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്സിനെ മാറുന്നത് പോലെ നിങ്ങൾക്ക് ജോലി മാറാൻ ഇഷ്ടമില്ലാത്ത ഫ്രണ്ടിനെ കൂടെ കൂട്ടാതെ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് പോലെ ഇഷ്ടമില്ലാത്തൊരു ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് കടക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഹെയർ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഈ കൺഫ്യൂഷൻസ് ഒക്കെ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളുമായിട്ടൊരു അഗാധമായ ബോണ്ടിങ്, ഒരു ഡീപ്പ് ബോണ്ടിങ് നമുക്ക് ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഛായാമുഖികളൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ് എന്ന് പറയുന്നത് മെഡിറ്റേഷനിൽ കൂടി നമ്മളുടെ ഉള്ളിൽ ഒരു ഛായാമുഖിയെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മളുടെ ഉള്ളിൽ എന്താണ് എന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഛായാമുഖിയുണ്ട്. ആ ഛായാമുഖിയെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതിന് ഈ മെഡിറ്റേഷൻ അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു എളുപ്പ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് ഗൈഡൻസസ് ഒക്കെ എടുക്കാം. എത്ര തന്നെ നിങ്ങൾക്ക് ടാറോ ഗൈഡൻസ് എടുത്തു കഴിഞ്ഞാലും, നമ്മൾ ആസ്ട്രോളജിക്കലി ഗൈഡൻസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തരാൻ മാത്രമാണ് നമുക്ക് സാധിക്കുക. അതിൻ്റെ അകത്തൊരു ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങളാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ് നമുക്ക് ഈ സബ്ജക്റ്റുകൾ ഉള്ളത്. ഇരുട്ടിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാനായിട്ട് ഒരു ടോർച്ചിന് സാധിക്കുന്നത് പോലെ നിങ്ങളുടെ അറിവില്ലാത്ത കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മനസ്സിന് നിങ്ങളുടെ സോൾ പർപ്പസ് ഇതാണ്, നിങ്ങൾക്ക് പോകേണ്ട വഴി ഇതാണ്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന വഴി തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്നൊരു ഇൻസൈറ്റ് തരാനായിട്ട്
നമുക്ക് എപ്പോഴും സാധിക്കും. എന്നാൽ അതിൽ നടന്ന് മുന്നോട്ട് നീങ്ങേണ്ടത് നിങ്ങളുടെ കാലുകൾ കൊണ്ടാണ്, നിങ്ങളുടെ മനസ്സുകൊണ്ടാണ് നിങ്ങൾ ആ ഡിസിഷൻ എടുക്കേണ്ടത്. ഇവിടെ 3 of Voices വളരെ സങ്കടപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു മനസ്സ്, ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു മനസ്സ്, ഭയമുള്ള ഒരു മനസ്സ്, ട്രോമ ഉള്ള ഒരു മനസ്സ്, അതിൽ നിന്നാണ് അത് വരുന്നത്, ഉണ്ടാവുന്നത്. നിങ്ങൾ എല്ലാ വ്യക്തികളും നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാവുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുക എന്നുള്ളതാണ്. അതായത് ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇവരെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്നല്ല പറയുന്നത്. നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് നമ്മളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അവിടെ നമ്മളുടെ മാത്രം ശരികളുണ്ട്, അത് മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കാനും പാടില്ല. നിങ്ങൾക്ക് ആ ഒരു തോട്ട് തന്നെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എല്ലാവരും നിങ്ങളെപ്പോലെ ഒരു വിശാലമായിട്ടുള്ള മനസ്സുള്ളവരായിരിക്കില്ല. അതുകൂടെ നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ 5 of Materials ആണ്. ഇത് നഷ്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളാണ്, ഇത് നിങ്ങളുടെ സോൾ പർപ്പസ് ആണ്, നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക്കൽ കംഫർട്ട്സ് ആണ്. ഈ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. ഇവിടുന്ന് നിങ്ങൾക്ക് നടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയാൽ മതി. ഈ ഇരുട്ട് ഇത് വെളിച്ചം. എന്നാൽ നിങ്ങളോട് നോ എന്ന് ഈ ഒരു കൈ നിങ്ങൾ കാണാം. നോ എന്ന് നിങ്ങളോട് സമൂഹം പറയുന്നുണ്ട്, വ്യക്തികൾ പറയുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉള്ള വ്യക്തികളെല്ലാം പറയുന്നുണ്ടായിരിക്കും. ഈ നോ ഭയന്ന്, അതല്ലെങ്കിൽ ഈ വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നിങ്ങളും അത് നോ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഇവിടെ ഒരു വെരി കോൾഡ് നൈറ്റിൽ ഒട്ടും കംഫർട്ട് അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യങ്ങളും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ട്, നിങ്ങളുടെ സോൾ പർപ്പസ് ഉണ്ട്. പക്ഷെ ഇവിടുന്ന് ഇവിടം വരെ പോകാൻ നിങ്ങൾക്ക് ഭയമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതെന്തോ നഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇതാണ് നിങ്ങളുടെ തോന്നൽ. നിങ്ങളെ തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സുകൊണ്ട് എങ്കിലും നിങ്ങൾ ഇവിടെ എത്തുക. ശരീരം നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പിന്നീട് ഈസി ആകും. പിന്നെ നിങ്ങൾക്ക് എംപ്രസ് എനർജി, യെസ്, ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ, സോളാർ പ്ലെക്സസ് ആൻഡ് ഹാർട്ട് ചക്രയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഫോഴ്സ് ആവാതിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാറ്റേൺ പോലെ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, ആ ലൂപ്പ് ബ്രേക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഫിയർലെസ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ടോളറൻസും ഉണ്ടാവേണ്ടതാണ്. ടോളറൻസ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടോളറൻസ് ലെവൽ അപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് ബുൾഷിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നല്ല, എന്ത് നോൺസെൻസും സഹിക്കുക എന്നുള്ളതല്ല. ഒരു വ്യക്തിക്ക് ടോളറൻസ് ലെവൽ അപ്പ് ചെയ്യേണ്ടത് അവന്റെ സെൽഫ് ഗ്രോത്തിനുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്, അവന്റെ സോൾ എവല്യൂഷനുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരാൾക്കും ഓണർഷിപ്പ് ഇല്ല, നിങ്ങൾക്ക് പോലും ഒരു പൂർണ്ണമായിട്ടുള്ള ഓണർഷിപ്പ് ഇല്ല. നിങ്ങളുടെ സോളിനാണ് നിങ്ങളിൽ ഓണർഷിപ്പ് ഉള്ളത്. ആ സോൾ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ശരീരം ഉണ്ടായത്, ഈ ശരീരത്തിനൊരു അഡ്രസ് ഉണ്ടായത്. നിങ്ങളുടെ തന്നെ യജമാനന്മാരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും പൂർണ്ണമായി തെറ്റാണ്. പക്ഷെ നിങ്ങൾക്കൊരു 50% കൺട്രോൾ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, 50%. ആൻഡ് റെസ്റ്റ് 50 ഡിവൈൻ ആണുള്ളത്, സോളിനാണുള്ളത്. ആ സമയത്ത് നിങ്ങളിൽ മറ്റൊരു വ്യക്തിക്ക് ഓണർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം, നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആയിരിക്കാം. ആർക്കാണ് നിങ്ങൾക്കില്ലാത്ത ഓണർഷിപ്പ് ഉള്ളത്? അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് നിങ്ങൾ വരേണ്ട സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ക്രിയേറ്റീവ് പവർ ഉണ്ട്, ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഡിവൈൻ ഫെമിനൈനെ നിങ്ങൾ കണ്ടെത്തുക. ഈ ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശക്തി എന്നാണ് പറയാം. ശക്തി എന്ന് പറയുമ്പോൾ മിത്തോളജിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് രൂപങ്ങളുണ്ട്.
അതെന്താണ്? ആ ഇമോഷൻസിനെ മനസ്സിലാക്കി തരാൻ ഒരു രൂപം ഉണ്ടാക്കി, ഒരു വിഷ്വലി മനസ്സിലാക്കി തരാൻ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാർവതി വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഒരു കുടുംബം നടത്തി കൊണ്ടുപോകുന്ന പരാശക്തിയുടെ രൂപം. ആശ്രയം ചോദിച്ച് വരുന്നവരെ എല്ലാം മനസ്സിലാക്കി സംരക്ഷിക്കുന്ന രൂപം. എന്നാൽ കാളി ആ സംരക്ഷണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, സംഹാരം. ചില സമയത്തെങ്കിലും ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് പോവുക. എന്തിനെയാണ് സംഹരിക്കേണ്ടത്? കാളി എന്താണ് സംഹരിക്കുന്നത്? അസുരന്മാരെയാണ് സംഹരിക്കുന്നത്, അല്ലെ? ഇന്ന് എവിടെയാണ് അസുരൻ ഉള്ളത്? നിങ്ങളുടെ മനസ്സിലാണ് അസുരൻ ഉള്ളത്. ഈഗോ അതൊരു അസുരനാണ്. ഭയം അതൊരു അസുരനാണ്. ട്രോമ അത് അടുത്ത അസുരനാണ്. അങ്ങനെ അസുരന്മാരുടെ ഒരു ലിസ്റ്റാണ് ഉള്ളിലുള്ളത്, ഒരു ശേഖരം തന്നെയുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മറികടക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ സംഹാരത്തിന്റെ ഒരു മോഡിലേക്ക് വരണം. അതാണ് ഡിവൈൻ ഫെമിനൈൻ എനർജി. ഒരേ സമയം സംരക്ഷണവും സംഹാരവും ചെയ്യാൻ പറ്റുന്ന എനർജിയാണ്. പോസിറ്റീവ് ഗുണങ്ങളെ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ സംഹരിക്കേണ്ടതായിട്ടുള്ള എനർജി. ഇതാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ്. നമുക്ക് കൂടുതലായിട്ടുള്ള മൂൺ ഗൈഡൻസും കൂടി നോക്കാം. യെസ്, നിങ്ങൾക്കുള്ള മൂൺ ഗൈഡൻസ് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, തിരിച്ചറിവുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. ഫുൾ മൂൺ ഇൻ സജിറ്റേറിയസ്. സജിറ്റേറിയസ് എന്ന് പറയുമ്പോൾ വ്യാഴം, ധനു രാശിയുടെ അധിപനാണ് വ്യാഴം, ഗുരു. അതായത് ഒരു എക്സ്പാൻഷൻ ആണ് ഗുരു എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യേണ്ട സമയമാണ്, നിങ്ങൾ ഷ്രിങ്ക് ചെയ്തിരിക്കേണ്ട ഒരു സമയമല്ല. ഗുരു സ്പിരിച്വാലിറ്റിയുടെയും കൂടി ഒരു പ്ലാനറ്റ് ആണ്, ഒരു വിസ്ഡത്തിന്റെ ഒരു പ്ലാനറ്റ് ആണ്. അതായത് തിരിച്ചറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ ക്രൗൺ ചക്ര, നിങ്ങൾക്ക് ഡിവൈനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ സ്ട്രോങ് ആക്കുന്നത് വഴി നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സോൾ പർപ്പസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പോവാണ്. അതിന് നിങ്ങൾ ഈ ചെറിയൊരു പൊട്ടക്കിണറ്റിലെ തവളയായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആ വലിയ ഒരു വിശാലതയിലേക്ക് നിങ്ങൾ എടുത്ത് ചാടേണ്ടതുണ്ട്. ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു സോളിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ബിഗർ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. ഫുൾ മൂൺ ഇൻ ജെമിനി ആണ്. യെസ്, ജെമിനി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ്, ബുധനാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഇമോഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഏത് വ്യക്തികളോടാണെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം. ത്രോട്ട് ചക്ര, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതായത് സാഹചര്യങ്ങളെ കൃത്യതയോട് കൂടിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളുടെ തോന്നൽ എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, അത് പുറത്തേക്ക് നിങ്ങൾ പറയാനുള്ള ധൈര്യം, അത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിത അവസാനം വരെ ഇനി എന്താണെന്നുള്ളത് കാണാനായിട്ടൊന്നും സാധിക്കില്ല. പക്ഷെ ഇപ്പൊ എടുക്കേണ്ട സ്റ്റെപ്പ് ഇതാണ്. അത് നിങ്ങൾ ബുദ്ധിപൂർവം എടുക്കുക, ധൈര്യത്തോടു കൂടി എടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് യൂണിവേഴ്സ് റിവീൽ ചെയ്ത് തരും. ആ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്താണ് നമുക്ക് അടുത്തത് വരുന്നത്. അതല്ല നിങ്ങൾക്ക് എല്ലാം പ്ലാൻ ചെയ്തിട്ട് എല്ലാത്തിന്റെയും ആൻസർ ലഭിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പുകൾ എന്താണെന്നുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. പക്ഷെ നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് എടുത്താലാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ സാധിക്കുക. നിങ്ങൾ ഒന്നാമത്തെ പടി എടുക്കാതെ നിങ്ങൾക്ക് 10ാമത്തെ പടിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് കാർഡ്, മ്യൂട്ടബിൾ മൂൺ, നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. യെസ്, ഇത് വലിയൊരു മെസ്സേജാണ്. കാരണം ഒരുപാട് പേര് നമ്മളോട് ആസ്ട്രോളജി നോക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ടാറോ ഗൈഡൻസ് എടുക്കുന്ന സമയത്ത് വന്നിട്ട് ചോദിക്കും, ഈ പറയുന്നതെല്ലാം 100% ശരിയാണോ എന്നുള്ളത്. എനിക്കൊരു വ്യക്തിയെ ഇഷ്ടമാണ്, ഞാൻ ഈ വ്യക്തിയെ വിവാഹം കഴിക്കുമോ?
ഇതിന് ആസ്ട്രോളജി നോക്കേണ്ട കാര്യം എന്താണ്? ഇതിന് ടാരോ ഗൈഡൻസ് നോക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിവാഹം കഴിക്കണോ എന്നുള്ളത്? നിങ്ങൾ ഡിസിഷൻ എടുത്താൽ പോരെ അവിടെ. ഓക്കെ, ആ ഡിസിഷൻ എടുക്കാനുള്ള ഭയമായിരിക്കാം, അതല്ലെങ്കിൽ ആ ഡിസിഷൻസിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എടുക്കാവുന്നതാണ്. യെസ്, ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? ഈ രണ്ട് എനർജികൾ ഒന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുക? ആ ഒരു ഇൻസൈറ്റ് നമുക്ക് ആസ്ട്രോളജിയിലും ടാരോയിലും വേറെ പല ഒക്കൾട്ട് സബ്ജക്റ്റുകളിൽ കൂടെ ഒക്കെ നമുക്ക് തരാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ആ ഡിസിഷൻ എടുത്താലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഈ ഡിസിഷൻ ആണ് എടുക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിധി എന്ന് പറയുന്നത് കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇത് നിങ്ങളുടെ ഡിസിഷൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ്. അതിനെയാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിവൈൻ ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇപ്പൊ ഉണ്ട്. യു ക്യാൻ ചൂസ് ദിസ് നൗ ഓർ യു ക്യാൻ ഓപ്റ്റ് ടു നോട്ട് ചൂസ് ദിസ് റൈറ്റ് നൗ. നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കർമ്മയാണ് ഇപ്പൊ ചെയ്യാനുള്ളത്. നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ യെസ്, എങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള കർമ്മ ഇപ്പൊ ക്ലിയർ ചെയ്യൂ. ഈ കർമ്മ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വിധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ വിധി എന്ന് പറയുന്നത്. അതല്ലാതെ ഒന്നും അങ്ങനെ സെറ്റ് ഇൻ സ്റ്റോൺ ഒന്നും അല്ല. നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് അതിന്റെ കോൺസിക്വൻസസും നിങ്ങൾ തന്നെ ബെയർ ചെയ്യണം. ഇനി അവിടെ ആ കോൺസിക്വൻസസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കത് താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്നും നിർത്തി പോരാനുള്ള ചാൻസും ഡിവൈൻ തന്നിട്ടുണ്ട്. ഒരു ട്രയൽ ആൻഡ് എറർ തന്നെയാണ് ജീവിതം. അങ്ങനെ തന്നെയാണ്. ഒന്നും അങ്ങനെ കല്ലിൽ കൊത്തി വെച്ച് മായ്ക്കാൻ പറ്റാത്തതല്ല ഒന്നും. നിങ്ങൾ എടുക്കുന്ന ചോയ്സുകൾക്കെല്ലാം നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, നമുക്ക് 2 കാർഡ്സ് കൂടെ എടുക്കാം. ഓക്കെ, 2 വന്നിട്ടുണ്ട്. Surrender to the divine full moon energy and confidence is your key to success. New moon in Leo. Okay, നമ്മളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാന്ന് പറഞ്ഞത് തന്നെയാണ് സറണ്ടർ ടു ദ ഡിവൈൻ. നിങ്ങളുടെ ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിലേക്ക് നിങ്ങളെ അലൈൻ ചെയ്യിക്കാൻ ഡിവൈൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ചാനലാണ് നിങ്ങളുടെ ഹൃദയം, നിങ്ങൾ അതിലുണ്ടാകുന്ന ഫീലിങ്സ്. നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയായിട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് പറയും. അതല്ലെന്നുണ്ടെങ്കിൽ ഫോൺ ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇമെയിൽ, ലെറ്റർ എന്ന് പറയുന്നത് പോലെ ആ ലെറ്റർ, ഡിവൈൻ്റെ ആ ലെറ്റർ അല്ലെങ്കിൽ ഡിവൈൻ്റെ ആ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് ആണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് തോട്ട്സ് ഉണ്ടാകുന്നത് എന്ന്? നിങ്ങൾ മനഃപൂർവ്വം വിചാരിച്ചുണ്ടാക്കിയെടുക്കുന്നതാണോ തോട്ട്സ്? ഡിവൈനായിട്ട് നിങ്ങളുടെ മനസ്സിൽ സീഡ് ചെയ്യുന്നതാണ് തോട്ട്സ്, ഇൻപുട്ട് ചെയ്ത് തരുന്നതാണ് തോട്ട്സ്. സോ ദാറ്റ് യു ഹാവ് ടു ഫോളോ ദിസ് പാത്ത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുന്നത്? യെസ്, യു ഓൾവേസ് ഹാവ് എൻ ഓപ്ഷൻ. നിങ്ങൾ ഒരാൾ ഫോൺ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനും കേൾക്കാതിരിക്കാനും ഉള്ള ചോയ്സ് നിങ്ങളുടെ തന്നെയാണ്. യെസ്, കറക്റ്റ്. അതുപോലെയാണ് നിങ്ങൾ ഡിവൈൻ നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ തരുന്ന തോട്ട്സിനെ കേൾക്കാനും കേൾക്കാതിരിക്കാനും ഉള്ള ഒരു ഫ്രീ വില്ല് നിങ്ങൾക്കുണ്ട്. ബട്ട് അത് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചിന്തിക്കുക. അത് കേട്ടില്ലെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള കോൺസിക്വൻസസും ചിന്തിക്കുക. നിങ്ങളുടെ സോളാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഈ കർമ്മ ഫിനിഷ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അതിന് കോൺഫിഡൻസ്, ന്യൂ മൂൺ ഇൻ ലിയോ, ന്യൂ ബിഗിനിങ്സ് ആണ്. ലിയോ ഇസ് വെരി പവർഫുൾ, ഡിറ്റർമൈൻഡ്. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ്. ആ ഒരു സിംഹത്തിന്റെ ശൗര്യം. സിംഹം എന്ന് പറയുമ്പോൾ കാട്ടിലെ രാജാവാണ്. അവനെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള വലിയ മൃഗങ്ങളായിട്ട് എലിഫന്റ് അവനെക്കാട്ടിലും വലിയൊരു മൃഗമാണ്. പക്ഷെ ഈസി ആയിട്ട് ഒരു എലിഫന്റിനെ വേട്ടയാടി ഒരു സിംഹം കൊല്ലുന്നത് നമുക്ക് കാണാം അല്ലേ? അത് അവന്റെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. ജീവിതത്തിനെ ചേസ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കാനുള്ള കോൺഫിഡൻസ്. അതിന് നിങ്ങൾക്ക് വേറൊന്നും തടസ്സമാകാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് ബാഗേജസ് എല്ലാം ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്.
മാറ്റങ്ങളെ എംബ്രേസ് ചെയ്യുക, അതിനെ ഭയപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ ന്യൂ മൂൺ വന്നിരിക്കുന്നത് തന്നെ പുതിയ തുടക്കത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫുൾ മൂൺ ഉണ്ട്. ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് അടുത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ തുടങ്ങുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൺ എനർജി, സക്സസ് എനർജിയാണ്. ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാവുന്നുണ്ട്. സൺ എന്ന് പറയുമ്പോൾ ഗൈഡൻസ് ആണ്, ഹീലിംഗ് ആണ്. അതുപോലെ ഇവിടെ ബുധൻ ആൻഡ് ഗുരു, വ്യാഴം, മെർക്കുറി ആൻഡ് ജൂപ്പിറ്റർ എനർജീസ്, അതായത് വിസ്ഡം, സ്പിരിച്വാലിറ്റി, കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻസ്, ഹീലിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രോപ്പർ ഗൈഡൻസ് അതും ലഭിക്കുന്നുണ്ട്, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഏതെങ്കിലും ഒരു വഴിയിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതി, ആ ഗൈഡൻസ് നിങ്ങളിലേക്ക് എത്തിയിരിക്കും. അപ്പൊ നിങ്ങളെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ഒരു കോളിംഗ് അനുസരിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ആ ജോലി ഡിമാൻഡ് ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും പഠിച്ച് നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ, അപ്ഗ്രേഡ് ചെയ്യുന്നത് പോലെ, നിങ്ങളുടെ സോളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ജീവിതത്തിൽ സ്റ്റക്കായി പോകും. നമ്മൾ നിന്നിടത്ത് തന്നെ നിൽക്കും. നമുക്ക് പുരോഗമനം ഉണ്ടാവില്ല, നമ്മുടെ സോളിന് എവല്യൂഷൻ ഉണ്ടാവില്ല. സോ നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ ആൻഡ് എവ്രിതിങ് ഹാസ് എൻ എക്സ്പയറി ഡേറ്റ്. അതും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, നമ്മളുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റീഡിങ്സിന് വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്, ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, അതുപോലെ തന്നെ സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ലെസൺസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ, ഐ ഫീൽ ടേക്ക് കെയർ, ബൈ.